എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ചിത്രഭരണി ക്രിയേഷൻസിലേക്ക് തൊഴുകയോടെ സ്വാഗതം. എന്തു പറയണു, എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കണു കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് നല്ല ഫോളായിരുന്നു. അടുത്തുള്ള ബിൽഡിങ് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെയുള്ള ഫോഗായിരുന്നു രാവിലെ 7 മണിക്കൊക്കെ. പിന്നെ വെയിലൊക്കെ വന്നതിന് ശേഷമാണ് ഫോഗൊക്കെ പോയത്. അതുകൊണ്ട് ആ തണുപ്പിൻ്റെ ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ തണുപ്പ് ചേരാത്ത ആളാണ്. നല്ലോണം ജാക്കറ്റൊക്കെ ഇട്ട് പുതച്ച് മൂടിയിട്ടൊക്കെയാണ് അത്യാവശ്യം പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇറങ്ങാറുള്ളത്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ എ സി ഒന്നും ഞാൻ ഇടണേ ഇല്ല. ഞാൻ രാത്രി ഉറങ്ങുമ്പോഴും എ സി ഇടാണ്ടാണ് കിടക്കണത്, തണുപ്പുള്ളത് കൊണ്ട്. ഇവിടെ കുട്ടികളും മോളും അവരെല്ലാവരും ഉള്ളിൽ വേറെ റൂമിൽ അവർ എ സിയൊക്കെ ഓണാക്കിയിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് തന്നെ എനിക്ക് പറ്റണില്ല. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു സാധാരണ ദിവസത്തിലുള്ള വർക്കിംഗ് ഡേയിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. രാവിലെ 6:45 മുതൽ 7:45 വരെ ഓൾമോസ്റ്റ് 1 അവർ ഇതായിരിക്കും ഈ റൗണ്ട് അബൌട്ടിലുള്ള ഒരു സിറ്റുവേഷൻ. സ്കൂൾ ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെയൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ താഴെ കൂടെ പോകുന്നില്ല ഒരു റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ലേഡി, അത് മോള് വർക്കിന് പോവുകയാണ് കേട്ടോ. സ്കൂള് എത്ര അടുത്താണെങ്കിലും രാവിലെ എണീറ്റ ഒരു ഹറിബറിയാണ്. പോണ വരിയും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് അങ്ങനെയാണ്. അവൾ പോണതിന് അരമണിക്കൂർ മുമ്പ് കുട്ടികൾ സ്കൂളിലേക്ക് പോകും. കുട്ടികളുടെ സ്കൂൾ ബസ് താഴെ വരും. മിക്കവാറും അവർ 2 പേരും കൂടെ തനിച്ച് പോകും. കാരണം ബിൽഡിങ്ങിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ് സ്കൂൾ ബസ് വരാറുള്ളത് കേട്ടോ. സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തിരക്കാണല്ലോ. നമ്മളൊക്കെ ഇത്ര അടുത്തുനിന്ന് കുട്ടികൾ അല്ലെങ്കിൽ മോള് പോണത് കാരണം കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. ഇതിലും നേരത്തെ 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂൾ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും സ്റ്റാഫും ഒക്കെ വേറെ ഒരുപാട് പേരുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു പറഞ്ഞാൽ ഈ റോഡ് കാലിയായിരിക്കും. ജോലിക്ക് പോകാനുള്ളവരുടെ തിരക്കും ഇത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുണ്ടാവും. എന്നാലും സ്കൂളിലേക്ക് വരുന്ന മാതിരിയുള്ള തിരക്കായിരിക്കില്ല ജോലിക്ക് പോകുന്നവരുടെ. ഈ റോഡിൽ സ്കൂൾ ഏരിയ ആയത് കാരണമാണ് ഇത്രയും റഷായിരിക്കണത്. മോളും അതാ സ്കൂളിലേക്ക് കയറി പോവുകയാണേ. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം അവൾ പോകുന്നത്. കുട്ടികൾ വേറെ സ്കൂളിലാണ് കേട്ടോ പഠിക്കണത്. ഇവിടെ മോള് വർക്ക് ചെയ്യുക. 2 ദിവസം മുമ്പ് ഫോഗായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഏരിയ തന്നെ നോക്കൂ. ഇത് കുറച്ചുകൂടെ വെയിൽ വന്ന് അതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ കാണാം ഫോഗ്. അടുത്തുള്ള ബിൽഡിങ്ങുകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല രാവിലെ നേരത്തെയൊക്കെ. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ് വന്നതാ. ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള മതിലാണ് കേട്ടോ. ഞാൻ ഈ വെയിലത്ത് കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഇവിടെ വന്നതാണ്. കൈയും കാലുമൊക്കെ മരവിച്ച പോലെ തോന്നുന്നുണ്ട് തണുപ്പ് മാത്രം കൊണ്ടിട്ട്. അത് കാരണം കൊണ്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ അങ്ങനെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോകാമെന്ന് കരുതി ഇങ്ങനെ നടന്ന് വന്നതാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യണ സമയത്ത് എൻ്റെ സൗണ്ട് സിസ്റ്റം ചെറുതായിട്ട് തകരാറായി കിടക്കുകയാണ് കേട്ടോ. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ. അതെന്താ കാരണം എന്ന് പറഞ്ഞു തരാം. ഒരു ദിവസം വൈകുന്നേര സമയം കുറച്ച് ഫ്രീ ആയിരുന്നപ്പോൾ കുട്ടികളെയും കൂട്ടി ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. ആ പിന്നാലെ കാണുന്ന ആ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വന്നതാണ്. വെറുതെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സന്ധ്യാസമയമായത് കാരണം പലതരത്തിലുള്ള ആൾക്കാരും വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഇതിലേ വന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കി നിന്നു കുട്ടികളൊക്കെ.
പിന്നെ അനിരുദ്ധിൻ്റെ കയ്യിൽ ഒരു ഓട്ടോമാറ്റിക് സൈക്കിളുണ്ട്. അപ്പോൾ അവനത് സാധാരണ ദിവസങ്ങളിലൊന്നും പുറത്തേക്ക് എടുക്കാനോ ഓടിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല. കൊണ്ടുവരാൻ ആളില്ല എന്നാണ് വാസ്തവം. കാരണം മോളിന് വർക്ക് കഴിഞ്ഞ് വന്നു പറഞ്ഞാൽ അവൾ ടയേർഡായിരിക്കും. വിവേക് വന്നാലും ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ ഒന്നും കൊണ്ടുവരാറില്ല. പിന്നെ ഇത് എൻ്റെ ചാങ്കക്കുട്ടി അനുരാധക്കുട്ടി. ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് നടക്കുകയാണ്. പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അവൾക്ക് എൻ്റെ കൂടെ അങ്ങനെ സംസാരിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോനതാ ദൂരത്തുനിന്ന് സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട്. അവനിവിടെയൊക്കെ വന്നു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഓടിക്കാനൊക്കെ വരുന്നത് കാരണം കൊണ്ട്. മോള് ബാക്കിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. പിന്നെ അവിടെ സൈക്കിളൊക്കെ ഓടിച്ച് കുറച്ച് നേരം പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതുവഴി എപ്പോഴും മെയിൻ റോഡായത് കാരണം നല്ല ബിസി ആയിരിക്കും ഈ റോഡൊക്കെ. നമ്മൾ വാക്ക് വേയിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സൈക്കിൾ ബേ ഉണ്ട്. അപ്പോൾ ആ ബാക്കിൽ കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തി വീടിൻ്റെ മുൻവശത്ത് ഞാനും അനുക്കുട്ടിയും കൂടി ഇരിക്കുമ്പോൾ മോള് സൈക്കിൾ മുകളിൽ കൊണ്ട് വെച്ചിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരതാ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മുൻവശത്തെത്തി കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. ഞാനും അനുക്കുട്ടിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. മുമ്പ് അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ വീഡിയോ എടുത്തതും ആ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്നതാണ്. അതെവിടെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. മോളും മോനും കൂടെ വരട്ടെ എന്നിട്ട് പോകാനിരിക്കുകയാണ്. ഇതാ ഇവിടേക്കാണ് വന്നത് ഞങ്ങൾ. ഇന്നിപ്പോൾ വിവേക് വരാൻ ഓഫീസിൽ നിന്ന് ലേറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡ് ഫാസ്റ്റ് ഫുഡും ഇതൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ പോവാറുമുണ്ട്. പിന്നെ ഞാനും ഇപ്പോൾ അവരുടെ കൂടെ ആയത് കാരണം കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് പിന്നെ പൊതുവേ നാടൻ ഫുഡാണ് ഇപ്പോൾ ഒക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. എന്നാലും അവരുടെ കൂടെയൊക്കെ പോയത് കാരണം ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കി. ഐറ്റംസൊക്കെ നല്ല ഐറ്റംസ് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എപ്പോഴും അത് നമ്മളെപ്പോലെയുള്ളവർക്ക് എന്നെപ്പോലെയുള്ളവർക്കൊന്നും അത് ശരിയാവില്ല. ഇത് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസാണ്. തണുപ്പില്ലാതെ ഞാൻ ഓർഡർ കൊടുത്തതാണ്. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ അത്. ഇത് ഇടയ്ക്ക് പോയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.